ജിത്തു, നീ ഇപ്പം എടുക്കാൻ പോകുന്ന തീരുമാനമുണ്ടല്ലോ, അത് നീ ചിന്തിക്കാൻ കൂടി പാടില്ലാത്ത, അത് നിന്നെക്കാളും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് നിന്നെ സ്നേഹിക്കുന്നവർക്കാ. സ്നേഹിക്കുന്നവർ, സ്നേഹമെന്നൊരു മായയാണ്. ഒന്നും പ്രതീക്ഷിക്കാതെ ആരും ഒന്നും നിനക്ക് തരില്ല. തിരിച്ചു കിട്ടാണ്ടായാൽ നിന്റെ കൂടെ ഉണ്ടാവുമെന്ന് നീ കരുതിയവർ പോലും നിന്നെ ഉപേക്ഷിക്കും. നീ ബാക്കിയുള്ള കാര്യം വിട്. നീ നിന്റെ അമ്മയെപ്പറ്റി ചിന്തിക്കുക. നീ അവർക്ക് വേണ്ടിയല്ലേ ജീവിക്കണ്ടേ? അമ്മ നിന്നെ ഇറക്കി വിട്ട് ആശ്രയിക്കൊണ്ടാണോ നീ ജീവിക്കുന്നത്? 10 മാസം നിന്നെ ചുമന്നത് ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതല്ലോ. ഒരമ്മയുടെ സ്നേഹത്തെ ചോദ്യം ചെയ്യുന്നു. സ്വന്തം മക്കളുടെ നല്ല ഭാവിയല്ലാണ്ട് ആ അമ്മ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? സാഹചര്യമല്ല അവരുടെ പ്രവൃത്തിയെ നിർണ്ണയിക്കുന്നത്. നിന്റെ ജീവിതത്തിലെ പുതിയ അധ്യായമായി ഇതിനെ കാണുന്നു. ഇനിയൊരു അധ്യായം ഇല്ല ജിത്തു, ഇത് എൻ്റെ അവസാനത്തെ അധ്യായം. നീ ഒരു ഭീരുവാണ്. ഈ ലോകത്ത് നിനക്ക് അതിജീവിക്കാൻ പറ്റത്തില്ല. നീ ജീവിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് നീയാണ് ജിത്തു. തോറ്റോടിയവരെയല്ല, പൊരുതി നേടിയവരെയാണ് ലോകം വാഴ്ത്തിയത്. എത്ര പൊരിയാലും നേടിയാലും അതിൽ നിന്ന് പങ്കുപറ്റാൻ ഒരുപാട് പേര് കാണും. പക്ഷെ നീ എപ്പോഴും തോറ്റോടുന്നത് നിനക്ക് വേണ്ടിയായിരിക്കും. വേണ്ട, ചാവ് 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 ചാവ്. നീ ജീവിക്കണോ വേണ്ട തീരുമാനിക്കും. ലോകം വാഴ്ത്തിയത് സ്നേഹമെന്നൊരു അമ്മ.